ഇത്ര ദിവസം ലീവ് എടുത്ത് പോയ സൂര്യൻ തിരിച്ചെത്തിയതിൻ്റെ സന്തോഷത്തിൽ തന്നെ രാവിലെ അലക്കലും പിടിക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സമാധാനത്തിൽ മെല്ലെ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുട്ടിക്ക് കുറച്ച് ചട്നിയൊക്കെ അരച്ചിട്ട് ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നു. മുട്ട ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അവന് മുട്ട വേണമെന്ന് പറഞ്ഞപ്പോൾ മുട്ടയും കൂടി ചേർത്തിട്ട് അവനുണ്ടാക്കി ഫുഡൊക്കെ കൊടുത്ത് കഴിപ്പിച്ചു കേട്ടോ. അപ്പം ഫുഡ് കഴിക്കുന്ന ഗ്യാപ്പിൽ തന്നെ ഞാൻ കുറച്ച് തൈര് ചോറ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അതിനായിട്ട് എല്ലാം താളിച്ചൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്തായാലും തൈര് ചോറ് വയ്ക്കുന്ന സമയത്ത് അരിയൊക്കെ നന്നായിട്ട് വേവിച്ചെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ചൂടോടെ വേണം കേട്ടോ ഈ തൈരൊക്കെ ചോറിലിട്ട് മിക്സ് ചെയ്യാനായിട്ട്. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാനെന്തായാലും ഈ ഒരു മിൽക്കി മിക്സിൻ്റെ ആ ഒരു ചെറിയ പാക്കറ്റ് ഫുള്ളായിട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോഴായിരിക്കും കേട്ടോ നല്ല ക്രീമി ആയിട്ട് ഉണ്ടാവുക. അങ്ങനെ എല്ലാ ചോറും ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ നോക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കണം കേട്ടോ. തൈര് ചോറിന് പിന്നെ ഉരുളക്കിഴങ്ങില്ലാതെ എങ്ങനെയാണ്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉരുളക്കിഴങ്ങും കൂടി ഉപ്പേരി വെക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പം അതും കൂടി റെഡിയാക്കി എടുത്തിരുന്നു. ഉപ്പേരി റെഡി ആയപ്പോഴേക്കും നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച തൈര് ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സെറ്റ് ആയിട്ടുണ്ട്. വായിലിട്ടാൽ തന്നെ ഇങ്ങനെ അലിഞ്ഞു പോയായിരുന്നു, അത്രയ്ക്കും ക്രീമി ആയിരുന്നു. അപ്പോൾ ഓക്കെ, ശരി, ബായ്.